ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാ കേട്ടോ. ഇപ്പൊ ഞാൻ കുക്കുപ്പനെ വിളിക്കാൻ വേണ്ടി പോവാ. അവൻ ഒരു 3:45 ആകുമ്പത്തേനും വരും. ബസ് സ്റ്റോപ്പിലേക്ക് പോവാ. കല്ലിനെ കൊണ്ടുപോകില്ല, അവളെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാട്ടോ പോണേ. അവളവിടെ ഹാപ്പിയാണ്. അവള് ഒരു 3 മാസം പോലെ അപ്പുറത്തെ വീട്ടിൽ എപ്പോഴും പോകുന്നു കേട്ടോ. ഇവിടുത്തെ പോലെ തന്നെ അവിടെ ചെന്ന് ബഹളം എല്ലാം നിരത്തിയിട്ടും ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെ അവിടെ കേട്ടോ. ഇപ്പൊ അപ്പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുന്നതിന് സന്തോഷമാണ് ഈ കാണുന്നത്. ഓക്കെ, എപ്പോഴും എന്റെ പൊട്ടെടുക്കണം. അപ്പൊ നമുക്ക് ഇനി കുക്കുപ്പനെ വിളിച്ചോണ്ട് വരാം കേട്ടോ. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിനോട് എത്താറായിട്ടോ. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. പിന്നെ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയായിട്ടോ. പിന്നെ വീടിൻ്റെ ഇവിടെ തൊട്ട് വീടിൻ്റെ അവിടം വരെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ആദ്യമേ പറയാൻ ഭയങ്കര മടിയാട്ടോ. മുക്കിയും മൂളിയും പഠിച്ചിട്ട് വന്നതിൻ്റെ ക്ഷീണമൊക്കെ കണ്ടു കേട്ടോ. അതുകൊണ്ട് അത് അധികം പറയില്ല. പിന്നെ കുറേ നേരം കിള്ളി കഴിയുമ്പം പിന്നെ വാല എല്ലാം പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ചോദിക്കുന്നത് ഫുഡ് മൊത്തം കഴിച്ചു, ഫ്രണ്ട്സൊക്കെ എന്നാ പറഞ്ഞു, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ഹാപ്പി ആയിരുന്നോ, ഞങ്ങളെ മിസ് ചെയ്തു എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ ഇടയ്ക്ക് പറയും കല്ലുവിനെ ഓർത്തു, എനിക്ക് കല്ലുവിനെ കാണണമെന്ന് തോന്നി എന്നൊക്കെ പറയും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കല്ലുവിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചായക്ക് അച്ചപ്പവും കേക്കും ഒക്കെ ഉണ്ട്. ഇന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാം. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന വിശേഷങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു. പിന്നെ കുക്കുപ്പനെ പഠിക്കാനുള്ളതൊക്കെ എടുത്തു. ഇവർക്ക് ഒന്നിരാടം ദിവസങ്ങളിൽ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ച് കഴുകാനുള്ളത്. പിന്നെ കുക്കുപ്പൻ പഠിക്കാനുള്ളതെല്ലാം എന്തൊക്കെയാ എന്നൊക്കെ നോക്കി പെറുക്കി എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ എഴുതാൻ ഇരുത്തിയിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ടോ. അടുക്കളയിൽ പോയ വഴിക്ക് കല്ലിന് ഇതിൽ നടപ്പുണ്ട്. കല്ലു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കും. അത് കഴിയുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. കാരണം അവൻ രാവിലെ പോയിട്ട് തന്നെ വന്നു കഴിയുമ്പോൾ വീണ്ടും പഠിക്കാനിരിക്കില്ല, കളിക്കാൻ ചെല്ലുന്നില്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വരുവേ. അങ്ങനെ പാത്രമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു കിട്ടില്ല. അവനെ എഴുതാൻ സമ്മതിക്കില്ല. അങ്ങനെ പിന്നെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും കുക്കുപ്പനെ കുളിക്കാൻ കയറിയിട്ട് എനിക്ക് പെരയൊക്കെ തൂത്ത് പറഞ്ഞായിരുന്നു. പെരയൊക്കെ തൂത്തുവാരി കൈയും കാലും മുഖമൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ എടുത്തു വെച്ച ശേഷം പിന്നെ നാളത്തേക്ക് കൊണ്ടുള്ള അരി ഞാൻ തലേന്ന് തന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി ഉണ്ടെങ്കിൽ അത് ഞാൻ അരിഞ്ഞ് നേരത്തെ എടുത്ത് വെക്കും. കാരണം കല്ലുവിൻ്റെ മൂഡ് എങ്ങനെയാണോ അതനുസരിച്ച് രാവിലെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. കല്ലു ചിലപ്പോൾ രാത്രി ഭയങ്കര വഴക്കായിരിക്കേ. അത് കാരണം കൊണ്ട് രാത്രി തന്നെ എല്ലാം അരിഞ്ഞ് ഉറക്കിക്കും. പിന്നെ കല്ലുവിനും കുക്കുവിനും ഫുഡൊക്കെ കൊടുത്ത് കല്ലുവിൻ്റെ മേലൊക്കെ ഒന്ന് കഴിയിച്ച് അവരെ അവിടെ കളിക്കാൻ ഇരുത്തിയിട്ട് കിച്ചണിൽ നാളെ ദോശ ഉണ്ടാകും. അപ്പോൾ അതിന് മാവ് അരച്ച് വെക്കണമായിരുന്നേ. അങ്ങനെ മാവൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ കല്ലു വീണ്ടും അവിടെ ഹാജരായി. എന്ത് കളിച്ചുകൊണ്ടിരുന്നാലും എന്ത് തിരക്കാണെങ്കിലും പുള്ളിക്കാരത്തി മിക്സി ഓണാക്കുമ്പോൾ ഓടി വരും കേട്ടോ. അവൾക്ക് ഭയങ്കര അവളുടെ വിചാരം അവളാണ് മാവ് അരയ്ക്കണേന്നാണ്. പിന്നെ അതെല്ലാം അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നാണേ. അങ്ങനെ ആ മാമ്പഴം ചെത്തിയെടുത്ത് വെച്ചപ്പോഴത്തേനും കണ്ണം വന്നു കേട്ടോ. പിന്നെ അപ്പൻ്റെ മക്കളും സ്നേഹപ്രകടനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വെക്കാൻ പോയി ജ്യൂസ് അടിച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പെരക്കാത്ത കയറുമ്പോൾ ഇച്ചിരി നേരം പിടിക്കും. അപ്പോൾ ഞാൻ വെക്കുന്ന പോയി ജ്യൂസൊക്കെ അടിച്ച് വെച്ച് പിന്നെ കഴിക്കാനുള്ള മാമ്പഴം കൂടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ മാമ്പഴമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുക്കപ്പൻ്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ കല്ലു മൊബൈലിൽ പാട്ട് വെച്ചപ്പോൾ കല്ലുവിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കല്ലു അവളുടെ അപ്പായ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്, എപ്പോഴും കളിയും ചിരിയും. പിന്നെ അപ്പായ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒക്കെ പാട്ട് വെക്കണം, പിന്നെ ഒക്കെ ഡാൻസ് കളിക്കണം. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു കേട്ടോ. അത്താഴം കഴിക്കാൻ ഇരുന്നിട്ട് ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയിരുന്നു. മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ എപ്പോഴും കറണ്ട് പോട്ടോ. പിന്നെ ഇടയ്ക്ക് വരുമല്ലോ എന്നൊരു സമാധാനം മാത്രം. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നിന്നപ്പോൾ കറണ്ട് വന്നു കേട്ടോ. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് എന്നാൽ ഇനി കിടന്നേക്കാന്ന് കരുതി ഓർത്തപ്പോഴാണ് അയ്യോ ജ്യൂസ് കുടിച്ചില്ലല്ലോ എന്ന്. എന്നാൽ പിന്നെ അതും കൂടെ കുടിച്ചിട്ടാട്ടേന്ന് ഓർത്ത് ജ്യൂസെല്ലാം എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ വീണ്ടും ഇരുന്ന് പറഞ്ഞ് കുറേ തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് വേണ്ടി ഓർത്ത് വീണ്ടും കറണ്ട് പോയി കഴിഞ്ഞ് പിന്നെ കിടക്കാൻ താമസിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം ജ്യൂസൊക്കെ കുടിച്ചിട്ട് വേഗം തന്നെ ടാറ്റാ ബൈ പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളേ.